സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഹരിനെയും ആ 4 പ്രതികളെയും വീടിനകത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ SI ചോദിക്കുന്നുണ്ട് ഹരിനോട്, ആദ്യം അവളെ ഇങ്ങോട്ടാണോ കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരി അതേന്ന് പറയും. അപ്പോൾ ഇവന്മാരൊക്കെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു അവരെല്ലാം കിച്ചണിലായിരുന്നു, അവർ മറിഞ്ഞു നിൽക്കുമായിരുന്നു എന്ന് പറയും. അപ്പോൾ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ഒരു വീട്ടിൽ ആളുകളെയൊന്നും കാണാത്തതുകൊണ്ട് അവൾക്ക് സംശയമൊന്നും തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു ഇവിടെ ടേബിളിൽ ഇങ്ങനെ ഫുഡും അതുപോലെ തന്നെ കേക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ അവളോട് എല്ലാവരും കിച്ചണിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പോഴേക്കും അവൾക്ക് ഇങ്ങനെ പിന്നീട് ഇങ്ങനെ വെള്ളത്തിൽ മയക്കുമരുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൾക്ക് ഇങ്ങനെ തല ചുറ്റാനൊക്കെ തുടങ്ങി, ക്ഷീണം വന്നു. അപ്പോൾ ഞാൻ അവളെ പിടിച്ച് സോഫയിൽ ഇരുത്തി എന്ന് പറയും കേട്ടോ. പിന്നെ അവൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും അവൾക്ക് ഇങ്ങനെ നാവ് കൊഴിയുന്നതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയും കേട്ടോ. പിന്നെ അവൾക്ക് ക്ഷീണം തോന്നിയ സമയത്ത് ഞാൻ അവളെ പിടിച്ച് റൂമിൽ അവൾക്ക് കിടക്കണം എന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അവളെ ഏത് റൂമിലേക്കാണ് കൊണ്ടുപോയതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ റൂമിലേക്ക് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ റൂമിൽ ഇങ്ങനെ അവളെ എങ്ങനെയാണ് കൊണ്ടുവന്നത്, അവൾ തനിയെ വന്നതാണോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നാണോ, അങ്ങനെ പിടിച്ച് ബലമായിട്ട് കൊണ്ടുവന്നാണോ എന്നൊക്കെ ഹരിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൂമിൽ കയറുന്ന സമയത്ത് SI ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മറ്റേ പോലീസുകാരോട് പറയുന്നുണ്ടായിരുന്നു ബെഡ്ഷീറ്റും പില്ലോയും എല്ലാം ഇങ്ങനെ ചുരുട്ടിയെടുത്തോണം SIയിൽ വെക്കണം, ഫോറൻസിക്കിന്ന് ആൾ വരുമ്പോൾ കൊടുക്കാനുള്ളതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ഹരിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവളെ ഇവിടെ കിടത്തിയിട്ട് എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളെ കിടത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് അവൾ ഇങ്ങനെ എൻ്റെ കൂടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ നന്നായിട്ട് അവൾക്ക് ഇങ്ങനെ അപ്പോഴേക്കും ബോധം പോയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. നല്ല ബോധം ഉണ്ടായിരുന്നു എന്ന് പറയട്ടോ ഹരി. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴാണ് ഹരി പറയുന്നത് അവളിങ്ങനെ എന്നോട് അടുത്ത് തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയട്ടോ. എന്നിട്ട് SI ആണെങ്കിലും അത് കേൾക്കുന്ന സമയത്ത് നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ഹരീനെ. നിന്നെ വിശ്വസിച്ച് നിന്നെ സ്നേഹിച്ച് കൂടെ പോന്ന ആ പെൺകുട്ടീനെ നീ നിൻ്റെ കൂട്ടുകാർക്കും കൂടെ ഇട്ട് കൊടുത്തല്ലേടെന്ന് പറഞ്ഞിട്ട് കവളത്തൊരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നീയല്ലായിരുന്നു ഒന്നാമൻ, പിന്നെ ഈ റൂമിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹരീനെ അടിക്കുന്ന സമയത്തും രോഹിത് ആകെ പേടിച്ചൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇതേ സമയം പുറത്ത് ആൾക്കാരിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അവർക്ക് പ്രതികളെ കാണണം എന്ന് പറഞ്ഞിട്ട്. അതിലൊരുത്തൻ ഗേറ്റൊക്കെ ചാടി ഇങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും പോലീസുകാർ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അവരെ കാണണം എന്ന് പറയുമ്പോൾ അങ്ങനെ അവരെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, അവരെ ഇങ്ങനെ തെളിവെടുപ്പിന് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ച് ഇങ്ങനെ ഗേറ്റിന് പുറത്തേക്ക് ആക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ അവരെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ടായിരുന്നു, അതിലൊരുത്തൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ ഈ നാട്ടുകാരാണ്, ഞങ്ങൾക്ക് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയണം എന്ന് പറയുമ്പോൾ എന്താടാ തൻ്റെ പേര് നോക്കി കേട്ടോ. അപ്പോൾ പേര് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിന്നെ 5-ാം പ്രതിയാക്കാം, നിൻ്റെ മൊബൈൽ നമ്പറും അങ്ങ് പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പേടിപ്പിക്കുകയാണ് കേട്ടോ. ഒറ്റ എണ്ണം കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകരുത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവരെ 4 പ്രതികളെ അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് രാജീവനാണെങ്കിലും വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് മനു ചോദിക്കുന്നുണ്ട് കൊച്ചച്ഛൻ എന്താ നെടുമ്പാശ്ശേരി എത്തിയിട്ട് വിളിക്കാതിരുന്നേന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരണം, പിന്നെ തിരിച്ചിങ്ങോട്ടും, ഇതാകുമ്പോൾ ടാക്സി കൂലി മാത്രം കൊടുത്താൽ മതിയല്ലോ, ഡ്രൈവും ചെയ്യേണ്ട, ശിവേട്ടൻ ഇല്ലേ അകത്ത് എന്ന് പറയും കേട്ടോ. ചോദിക്കും. അപ്പോൾ എന്നിട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ അവരങ്ങ് അകത്തേക്ക് പോകും കേട്ടോ. മനുവിനോടും വരാൻ പറയുന്നുണ്ട് രാജീവൻ. പിന്നെ അവരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ 4 പ്രതികളെയും കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോഴും അവിടെയും ആൾക്കാർ കൂടിയിട്ടുണ്ട്. അവർ അങ്ങനെ പ്രതികളെ കാണണമെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി തന്നെയാണ് കേട്ടോ. അപ്പോൾ SI അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. അവന്മാരെ ഇറക്കി വിടാൻ പറയൂ കേട്ടോ നാട്ടുകാർ മൊത്തം. അപ്പോൾ ഇറക്കി വിടാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരു പെൺകൊച്ചിനെ പിഴപ്പിച്ച് അവന്മാരെ ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ SI പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ പെൺകൊച്ചി പിഴയ്ക്കാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു, അങ്ങനെ പിഴപ്പിക്കാൻ നടക്കുന്നവന്മാരെ നിങ്ങൾ പിടിച്ച് കൈകാര്യം ചെയ്യണമായിരുന്നു എന്ന് പറയും കേട്ടോ. SI അത് പറയുന്ന സമയത്ത് അതിലൊരുത്തൻ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഞങ്ങൾ സദാചാര പോലീസ് ആവുമല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങളെ പിടിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പിന്നീട് നാട്ടുകാരെ മൊത്തം അവിടുന്ന് അടിച്ചു ഓടിക്കുന്നുണ്ട് കേട്ടോ. അവരെ പുറത്താക്കാൻ പറയുന്നുണ്ട് SI ആണെങ്കിലും. പ്രതികൾ 4 പേരും സ്റ്റേഷനിലുള്ളിലേക്ക് പോവുകയും ചെയ്യും കേട്ടോ. പിന്നീട് ശിവനും രാജീവനും സംസാരിക്കുകയാണ്. രാജീവൻ ചോദിക്കുന്നുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ, ആരെയോടെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ശിവൻ പറയും കേട്ടോ. അപ്പോൾ പിന്നീട് വൈജയനെ വിളിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. വൈജയുടെ മോനുണ്ടല്ലോ എന്ന് രാജീവൻ പറയും കേട്ടോ. അപ്പോൾ വൈജയനെ വിളിച്ചിട്ടില്ല, അവളെ 2 കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് കിടക്കല്ലേ, അവളെ വിളിച്ചിട്ട് ഞാൻ എന്നാ പറയാനാ, അവളുടെ സങ്കടം കൂടെ ഞാൻ കേൾക്കണ്ടേന്ന് പറയട്ടെ ശിവൻ. അപ്പം ബാലേന്ദ്രൻ വിളിച്ചോ എന്ന് രാജീവൻ ചോദിക്കുമ്പോൾ അയാൾ ഇതുവരെ വിളിച്ചിട്ടില്ല, അയാൾ എന്തൊരു മനുഷ്യനാ, ഇങ്ങനെ ഒരു ആപത്ത് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കല്ലേ വേണ്ടതെന്നൊക്കെ ശിവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയും അങ്കിളിൻ്റെ കയ്യിൽ ഫോണില്ല എന്ന് കേട്ടോ. അപ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു ഫോണൊക്കെ വേണമെങ്കിൽ കിട്ടും, അവരുടെ ഇങ്ങനെ നഴ്സുമാരോട് ചോദിച്ചാൽ കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ ഗോവർദ്ധന ഉണ്ടാവുമല്ലോ അവിടെ, അയാളോട് ചോദിച്ചാൽ കിട്ടുമല്ലോ എന്ന് പറയും കേട്ടോ. പിന്നീട് ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ രാജീവൻ ചോദിക്കുന്ന സമയത്ത് ജാമ്യം കിട്ടാൻ വേണ്ടി ഒരു വക്കീലിനെ കണ്ടുവച്ചിട്ടുണ്ട്, നമുക്ക് എന്തായാലും സ്റ്റേഷനിലേക്ക് പോയി നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് സ്റ്റേഷനിലേക്ക്
പ്രതികളെ കൊണ്ടുപോയ സമയത്തും അവിടെയൊക്കെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. ഇനിയിപ്പോൾ കോടതിയിൽ ഉച്ച കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കുന്ന പറഞ്ഞത്, അപ്പോഴും അവിടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ മനുവിനോടും കൂടെ പോരാൻ പറയുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് കേട്ടോ, രാജീവിനെ പറയുന്നത് കൂടെ പോരാൻ. അപ്പോൾ ഞാൻ പോന്നിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെങ്കിൽ ഞാൻ പോരായിരുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് പറയും കേട്ടോ മനു. അപ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു ആൾബലം ഉണ്ടാവുമല്ലോ എന്ന്. അപ്പോൾ മനു ചോദിക്കും എന്തിനാ ആൾബലം, ആരെ കാണിക്കാനോ, പോലീസിന് കാണിക്കാനോ അതോ നാട്ടുകാരെ കാണിക്കാനോ എന്ന് ചോദിക്കും കേട്ടോ. എന്നിട്ട് മനു പറയുന്നുണ്ടായിരുന്നു കോടതി വളപ്പിൽ ഒരു 500 പേരെങ്കിലും ഇടിച്ച് കയറും, അപ്പോൾ അവരുടെ മുന്നിൽ നമ്മളെങ്ങാനും ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഉറുമ്പിനെ ഞെരടി കളയുന്ന പോലെ ഞെരടി കളയും അവരെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമൽ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർ പോകുന്നതോന്ന്. അപ്പോൾ അവരെ പോലെയല്ല, എന്നെ ഹരീനെ ഇങ്ങനെ പാലാ ടൗണിൽ കുറേ പേർക്ക് അറിയാം, അപ്പോൾ ഒരുത്തനെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ടാവുക അങ്ങനെ ബലാത്സംഗ വീരൻ്റെ ഏട്ടൻ അതാ പോകുന്നു അങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവുക, ഒരുത്തൻ കൈ വെച്ചാൽ പിന്നെ അത് മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പോകുന്നു നോക്കുമ്പോൾ അവർ വ്യത്യാസമുണ്ട്, അവർക്ക് പ്രായമുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ മനു പറയാണ് കേട്ടോ. അപ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു മനു പോരില്ല എന്ന് മനസ്സിലായി. അപ്പോൾ രാജീവൻ പറയും നമുക്ക് എന്തായാലും പേടിച്ച് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ, ഈ കുടുംബത്തിലെ 2 കുട്ടികളാണ് അകത്ത് കിടക്കുന്നത്, നമുക്ക് പോകാൻ ശിവേട്ടാന്ന് പറയട്ടെ. അങ്ങനെ ശിവനെ വിളിച്ചുകൊണ്ട് അവർ പോകും. പിന്നീട് അവർ സ്റ്റേഷനിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാറിൽ തന്നെ അവിടെ മുറ്റത്ത് കുറേ റിപ്പോർട്ടർമാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട് നമുക്ക് ആരെയാണ് കാണേണ്ടതെന്ന്, നമുക്ക് ഇറങ്ങി പോയി നോക്കാം ആരെ കാണേണ്ടതെന്ന് ശിവൻ പറയും. അങ്ങനെ അവരെ ഇറങ്ങി നിന്നിട്ട് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ, CI ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ CI അവിടെ ഉണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറയേ. അപ്പോൾ പിന്നീട് അവർ 4 പ്രതികളും ലോക്കപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ട് അന്നത്തെ എപ്പിസോഡ് അവസാനിച്ച്. പിന്നീട് CIനെ കണ്ട് സംസാരിക്കുന്നുണ്ട്, ആർക്കും ഒരു തെറ്റൊക്കെ പറ്റില്ല എന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ CI പറയുന്നുണ്ടായിരുന്നു അവിടുന്ന് ഒരു സഹായം പ്രതീക്ഷിക്കേണ്ടതാണ്. പിന്നീട് വൈജയനെ കാണാൻ ചെല്ലുന്നുണ്ട്. വൈജയനോട് ശിവൻ പറയുന്നുണ്ടായിരുന്നു അലീനെ വിചാരിച്ചാൽ ചിലപ്പോൾ നിൻ്റെ മകനെ രക്ഷിക്കാൻ പറ്റും, നീ അലീനോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ബാലേന്ദ്രനെ കാണുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു നമ്മൾ അവരെ ഇങ്ങനെ കോളേജിലേക്കാണ് പഠിക്കാൻ വിട്ടത്, പക്ഷേ അവർക്ക് വേണ്ടത് വേറെ പലതും ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്